ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കുന്ന വിഷയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ഈ ആവശ്യം ഉന്നയിച്ച് സ്റ്റാലിൻ ബി.ജെ.പി. ഇതര മുഖ്യമന്ത്രിമാർക്ക് കത്തും അയച്ചിട്ടുണ്ട്. വിധിയുമായി ബന്ധപ്പെട്ട 14 കാര്യങ്ങളിൽ രാഷ്ട്രപതി സുപ്രീം കോടതിയോട് വ്യക്തത തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ നീക്കം. ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങൾ നൽകും. ജിഷ്ണു, വിശദാംശങ്ങൾ. നിയമസഭ പാസാക്കുന്ന ബില്ലിൽ തീരുമാനമെടുക്കുന്നതിന് സമയക്രമം നിശ്ചയിച്ചിട്ടുള്ള സുപ്രീം കോടതി ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രാഷ്ട്രപതിക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നൊരു ആഹ്വാനം തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ നടത്തിയിട്ടുള്ളത്. അതിനെത്രത്തോളം നിയമസാധുതയുണ്ടാകും എന്നുള്ളതൊരു മറ്റു കാര്യമാണെങ്കിൽ പോലും രാഷ്ട്രീയ താല്പര്യത്തിനനുസൃതമായി ബി.ജെ.പി. ഇതര മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പ്രഥമ വനിതയ്ക്കെതിരെ രാഷ്ട്രപതിക്കെതിരെയും ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് നിന്നൊരു ഐക്യമുന്നണിയായി കോടതിയിൽ നിയമ പോരാട്ടം നടത്തണമെന്നൊരു ആഹ്വാനം എം.കെ. സ്റ്റാലിൻ നടത്തിയിട്ടുള്ളത്. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് കേരളം, കർണാടക കൂടാതെ തെലങ്കാന, പഞ്ചാബ്, ജമ്മു കശ്മീർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ 8 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക്, അതായത് ബി.ജെ.പി. ഇതര മുഖ്യമന്ത്രിമാർക്ക് സ്റ്റാലിൻ കത്ത് നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ ഒരു ഇടപെടൽ രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് ഭരണഘടനയുടെ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധിയിന്മേൽ വ്യക്തത വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു 14 ചോദ്യങ്ങൾ രാഷ്ട്രപതി നൽകിയിരുന്നു. ഇതിനെ എതിർത്തുകൊണ്ട് ഒരുമിച്ച് നിന്ന് ഐക്യമുന്നണിയായി സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തണം, അല്ലെങ്കിൽ നിയമസാധുത തേടണം എന്നാണ് സ്റ്റാലിൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് എത്രത്തോളം ആ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിക്കുമെന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാൻ ആദ്യം ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു രാഷ്ട്രീയ വിഷയമായി, അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യത്തിനനുസൃതമായും രാജ്യത്തിൻ്റെ രാഷ്ട്രപതിക്കെതിരെ, അല്ലെങ്കിൽ നേരത്തെയും സ്റ്റാലിൻ്റെ സമീപനവും നീക്കങ്ങളും പ്രസ്താവനകളും പരിശോധിക്കുമ്പോൾ ഭാരതം എന്നുള്ളതൊരു രാജ്യം, അല്ലെങ്കിൽ ഒറ്റക്കെട്ടായ രാജ്യം എന്നതിന് അപ്പുറത്തേക്ക് വിവിധ പ്രദേശങ്ങളാണ്. വിവിധ പ്രദേശങ്ങൾക്ക് പ്രത്യേകമായ അധികാരങ്ങളുണ്ട്. പ്രാദേശികവാദം അമിതമായി ഉപയോഗിക്കുന്നതും അത്തരത്തിൽ വിഘടനവാദ നീക്കങ്ങളും വിഘടനവാദവും അപകടകരവുമായ പ്രസ്താവനകളും മുൻപും സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ രാഷ്ട്രപതിക്കെതിരെ ഒറ്റക്കെട്ടായി ഐക്യമുന്നണിയായി സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തണമെന്ന ആഹ്വാനം സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കൂടാതെ കോടതി വിധികളിലൂടെ സംസ്ഥാനത്തിൻ്റെ ഭരണ നിർവഹണത്തിൽ കേന്ദ്രം ഇടപെടുന്നതിൽ പല കാര്യങ്ങളിലും നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന പരാമർശം കൂടി ഈ കത്തിൽ സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏതായാലും വിഷയത്തിൽ തുടർ നടപടികൾ, സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിയമ നടപടികൾ ഏറെ നിർണായകമാകും. വിഷയത്തിൽ ഒരു സമയപരിധി, നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയിൽ ഇടപെട്ടുകൊണ്ട് ഭരണഘടനാ അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി 14 ചോദ്യങ്ങൾ ചോദിച്ചത്. അതിൽ ഏറ്റവും നിർണായകമെന്നുള്ളത് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ഭരണഘടന നിശ്ചയിക്കാത്ത സമയപരിധി സാധ്യമാക്കാൻ കോടതി വിധിയിലൂടെ സാധിക്കുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉന്നയിച്ചിരുന്നു. ഏതായാലും വിഷയത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയിൽ നിന്ന് എത്രത്തോളം തുടർ നടപടികൾ ഉണ്ടാകും, ഒപ്പം സ്റ്റാലിൻ്റെ ആഹ്വാനം ഏറ്റെടുക്കാൻ ഏതെല്ലാം ബി.ജെ.പി. ഇതര മുഖ്യമന്ത്രിമാർ തയ്യാറാകും എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. അനു.